ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു യൂണിഫോം ഷർട്ടായിട്ടോ. എക്സാമും ക്ലാസ്സും എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇതൊന്ന് റീമേക്ക് ചെയ്തെടുത്താലോ. ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. നമുക്ക് ആദ്യം സ്ലീവ് കട്ട് ചെയ്തിട്ട് ഈ കോളർ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവിന്റെ പോർഷൻ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് എന്തെങ്കിലും അൽക്കുലത്തെ പരിപാടികൾ ചെയ്യാൻ. ബാക്ക് നെക്ക് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അത് മാറ്റിയിട്ടിട്ട് ഫ്രണ്ട് നെക്കും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്ലീവ് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒരു പീറ്റർ പാൻ കോളർ കട്ട് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവിൽ നിന്നും രണ്ട് പീറ്റർ പാൻ കോളർ കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല വശം ചേർത്തിട്ടിട്ട് വേണം നമുക്ക് ഇതുപോലെ വെട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ ചെറിയൊരു പണി കിട്ടും. എനിക്കും കിട്ടിയിട്ടുണ്ട്. അതെന്താന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഇനിയിപ്പോൾ പീറ്റർ പാൻ കോളറിൽ ഞാൻ ചെറുതായിട്ടൊരു ബോർഡർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കും കേട്ടോ പീറ്റർ പാൻ കോളർ. ബാക്കിലേക്കില്ല, ഫ്രണ്ടിലേക്ക് മാത്രം. ഇനി എൻ്റെ കയ്യിലുള്ള ഒരു ലേസ് പോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടായി, അത് ഞാൻ കളയാതെ വെച്ചേക്കുമായിരുന്നു. അത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ചെറിയതായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി പീറ്റർ പാൻ കോളർ നമുക്ക് തിരിച്ച് മറിച്ചെടുക്കണമല്ലോ. അതിനായിട്ട് ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നല്ല വശം ചീത്ത വശം അറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒരു ഇൻറ്റു കൊടുത്തേക്കുന്നത് ചീത്ത വശത്ത്. പക്ഷേ എന്തൊക്കെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ചെറിയൊരു പണി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് ഈ ഒരു സമയത്തായിട്ട് എനിക്ക് കിട്ടി. കോളറിൻ്റെ ഒരറ്റത്തായിട്ട് നമുക്ക് ഇതുപോലെ കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇത് കൊളായതുകൊണ്ട് തന്നെ ഫൈനൽ റിസൾട്ട് കാണിക്കണോ വേണ്ടിയോ, അത് അപ്ലോഡ് ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ കുറേ കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ വിചാരിച്ചു എപ്പോഴും നമുക്ക് സക്സസ് മാത്രമല്ലല്ലോ ഉണ്ടാവുക, ഇതുപോലത്തെ കുറച്ച് ഫെയിലിയേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടി കാണിക്കാന്ന് വിചാരിച്ചു. എവരി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ അല്ലേ, അതുപോലെ ഞാൻ ഒരു സൊല്യൂഷനും കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഞാൻ ഈ കോളർ വൈറ്റ് ക്ലോത്ത് ഉപയോഗിച്ച് തിരിച്ച് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും. ഇനി നമുക്കത് ഷർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഷർട്ടിൻ്റെ ചീത്തവശത്ത് കോളറിൻ്റെ നല്ല വശം ഫേസ് ടു ഫേസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ ആ പണി ഇപ്പോഴാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കോളർ ഞാൻ എങ്ങനെയൊക്കെ തല തിരിച്ച് മറിച്ച് നോക്കിയിട്ടും രണ്ടും ഞാൻ ഒരേ സൈഡിലേക്കുള്ള കോളറാണ് ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സൈഡ് മാത്രം കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുത്തുള്ളൂ. ഇതുപോലെ കട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് മറിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൊല്യൂഷനും വേണ്ടി ഇത് നല്ല വശം തന്നെ വെച്ചാലോ എന്ന് വിചാരിച്ചു. എന്നാലും പറ്റൂല കേട്ടോ, ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, ഇത് കളയാന്ന്. ഇനി ഇതുപോലത്തെ ഒരു പീസ് എടുക്കാനില്ല, കാരണം ഷർട്ടിൻ്റെ എല്ലാ പീസും നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. ആ ഒരു സൊല്യൂഷൻ പോയാൽ എന്താ, ഞാൻ അച്ചുവിനെ കൊണ്ട് ഒരു സൈഡിൽ മുടി ഇടിച്ച് അത് മറിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു ഫൈനൽ റിസൾട്ടിൻ്റെ ഫോട്ടോയോ വീഡിയോ കിട്ടിയാൽ മതിയല്ലോ. ഇതെങ്ങനെ പുറത്തൊന്നും ഇടാനും പോണില്ല. വൈറ്റ് ഹാഫ് സ്ലീവ് വെച്ച് പെയർ ചെയ്തിട്ട് ഞാൻ ഒരു സൈഡിലേക്ക് മൂടി ഇടാൻ പറഞ്ഞു. അവിടെ കോളർ ഇല്ലാത്ത കാര്യം നമുക്കല്ലേ അറിയുള്ളൂ. ഇതൊരു നിസ്സാര കാര്യമാണെങ്കിലും നമ്മുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കണം, അല്ലാതെ തളർന്നു പോകരുത്. അത് കണ്ടെത്തിയ ഫ്ലോയിൽ അങ്ങോട്ട് പോവുക. കോളറിന്റെ കാര്യം മാറ്റി നിർത്തിയാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കമന്റ് സെക്ഷനിൽ അറിയാം. ഇതുപോലത്തെ ക്രിയേറ്റിവിറ്റി കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം.